ഓ മൈ ഗോഡ്, ഇത് കണ്ടപ്പോ ഗൂസ് ബംസ് തോന്നിയില്ലേ? എന്ത് തോന്നി സ്വന്തമായി കണ്ടപ്പോ? അല്ല ഇത് അത് എനിക്ക് ഈ പാട്ട് എനിക്ക് ആദ്യമായിട്ട് ഇതിന്റെ ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കേൾപ്പിച്ച് തന്നപ്പോൾ തന്നെ അതൊരു ഗൂസ് ബം ഐറ്റം അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സിനിമയുടെ റിലീസിന് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. അതെനിക്കും പോകുന്ന സമയത്ത് തന്നെ ഭയങ്കര ഫോമോ ഉണ്ടായിരുന്നു. കാര്യം ഇവരുടെ കൂടി എടുത്തിട്ട് തിയേറ്ററിൽ തന്നെ ആസ്വദിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ അതിന് മുമ്പ് നമ്മൾ ഓൾറെഡി കുറേ ദിവസം നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു. നമ്മൾ പ്രൊമോഷൻസ് ഒക്കെ ചെയ്ത് ഹാപ്പി ആയിട്ടാണ് അതിൽ ഹാപ്പി നോട്ടിൽ പോയ കാരണം കൊണ്ട് ആ ഫോമോ ഇച്ചിരി കുറഞ്ഞു കിട്ടി. പക്ഷെ എന്നാലും ഞാൻ അവിടെ ഉള്ള സമയത്തും ഞാൻ വിളിച്ച് ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. റിലീസിൻ്റെ അന്ന് തന്നെ ഞാൻ ആ സമയത്ത് ഞാനും ഭാര്യയും പറഞ്ഞ കൂടിയിട്ട് VNAയിൽ ഒരു തിയേറ്ററിൽ പോയിട്ടാണ് കണ്ടത്. അതും നല്ലൊരു പാക്ഡ് തിയേറ്ററായിരുന്നു. മുഴുവൻ മലയാളികൾ തന്നെയായിരുന്നു അവിടെ. അപ്പോൾ അവിടെയും ഭയങ്കര നല്ല റെസ്പോൺസ് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ആ ഒരു ഇവിടെ നിന്ന് കിട്ടാത്ത ആ ഒരു സ്നേഹവും അപ്രിസിയേഷനും അവിടെ നിന്ന് കിട്ടി. അതൊരു വലിയ സന്തോഷം. അതല്ലാതെ കുറേ പേര് മെസ്സേജ് അയച്ചും വിളിച്ചും ഒക്കെ അപ്രിഷിയേറ്റ് ചെയ്തു. ചേട്ടനൊക്കെ പറയാനായിരുന്നു സാധാരണ പടങ്ങൾ കണ്ടിട്ട് വിളിക്കാത്ത ആൾക്കാരൊക്കെ ഈ പടം കണ്ടിട്ട് വിളിച്ചിട്ട് ഞാൻ നന്നായിട്ടുള്ളതൊക്കെ ചേട്ടനോട് പറഞ്ഞിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഞാൻ സന്തോഷം എന്താണെന്ന് വെച്ചാൽ അത് സിനിമ ഇത് ഇത്തിരി റിസ്കി പരിപാടിയാണ് എന്നുള്ളത് നമ്മൾ ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നതിന് മുമ്പേ അറിയാം. ഇവർ പറഞ്ഞപ്പോൾ തന്നെ എനിക്കുണ്ടായിരുന്ന കൺസേൺസ് ഭാഷയും ഞാനൊരു ഇരിങ്ങാലക്കുടക്കാരനാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു തിരുവനന്തപുരം സ്ലാങ് പറയുമ്പോൾ അത് അത്രയും നന്നായാൽ മാത്രമേ എന്നെ അത് അംഗീകരിക്കുകയുള്ളൂ. കാര്യം ഞാൻ എന്തെങ്കിലും സാധാരണ സംസാരിക്കുന്ന സംസാര ഭാഷ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അത് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് തീർച്ചയായിട്ടും അതെനിക്ക് അന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് വോയിസ് റെക്കോർഡിനായിട്ട് കിട്ടുന്നത് അവിടുത്തെ മോഡുലേഷൻ വേറെയായിരിക്കും. അവിടുത്തെ ഓരോ വാക്കുകളുടെയും ഈ ഓരോ ഡയറക്റ്റ് അനുസരിച്ച് വാക്കുകളുടെ നീളവും അതിന്റെ സ്ട്രെസ്സും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി ഇരിപ്പുണ്ടാവും. തൃശ്ശൂർ പറയുന്ന പോലെ ആയിരിക്കില്ല, സെയിം വാക്ക് തന്നെ എഴുതുമ്പോൾ സെയിം വാക്കായിരിക്കും. പക്ഷെ തിരുവനന്തപുരത്ത് പറയുമ്പോൾ അതിന്റെ സൗണ്ടിങ് ചിലപ്പോൾ ഡിഫറെന്റ് ആയിരിക്കാം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ നമ്മുടെ കോട്ടക്കുട്ടന്റെ ഗാങ്ങിൽ ഉള്ള മറ്റേ സ്റ്റാൻഡ്രോയിഡ് ചാടി ഇറങ്ങുന്ന ഫസ്റ്റ് ജീപ്പിന് ചാടി ഇറങ്ങുന്ന പുള്ളിയാണ് സോനു എന്ന് പറയുന്നത്. ഇവര് സുഹൃത്തുക്കളാണ്. അപ്പോൾ സോനും ഇവരും ഒരുമിച്ച് എനിക്ക് എല്ലാ ദിവസവും പിറ്റേ ദിവസത്തെ സീനുകളുടെ ഡയലോഗുകൾ റെക്കോർഡ് ചെയ്ത് അയച്ചു തരുമായിരുന്നു. അപ്പോൾ നമുക്ക് അതിനകത്ത് മോഡുലേഷനും ഇതെല്ലാം ഈ സൗണ്ടിങ് ഒക്കെ നോക്കുന്നതിനൊപ്പം ഇമോഷനും കൂടെ നമുക്കൊന്ന് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ളൊരു ബാക്കിയുള്ള സിനിമകൾക്കാൾ കൂടുതൽ കുറച്ചും കൂടെ പ്രിപ്പറേഷൻ ഇതിൽ വേണ്ടി വന്നിരുന്നു. പക്ഷേ ഇതൊരു തിയേറ്ററിലേക്ക് വന്ന് ആൾക്കാരെല്ലാവരും അത് ഇഷ്ടപ്പെടുന്നു, ആൾക്കാരെല്ലാവരും അതിനെ അംഗീകരിക്കുന്നു, അപ്രിഷിയേറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതാണ് നമ്മൾ ഈ സിനിമയിൽ അഭിനയിക്കുന്നതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുകയും കിട്ടുന്ന ഏറ്റവും കൂടുതൽ സന്തോഷവും കിട്ടുന്ന കാര്യം എന്ന് പറയുന്നത് ഇങ്ങനത്തെ അപ്രിസിയേഷനാണ്. നമ്മൾ ചെയ്ത എന്ത് ജോലിയാണെങ്കിലും അത് ചെയ്ത് കഴിയുമ്പോൾ അതിന് നമുക്ക് കിട്ടുന്ന പ്രതിഫലം എന്ന് പറയുന്നത് പൈസയേക്കാളും നമ്മൾ അത് നന്നായി ചെയ്തു എന്ന് ആളുകൾ പറയുന്ന സമയത്ത് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അത് ഈ സിനിമയിൽ കുറച്ചധികം കിട്ടിയിട്ടുണ്ട്. താങ്ക് യു. ഇങ്ങനൊരു ക്യാരക്ടർ എനിക്ക് തന്നതിനും ഇങ്ങനൊരു ക്യാരക്ടർ ആലോചിച്ചപ്പോൾ അത് എന്നെ ആലോചിച്ചാലും പിന്നെ ഇവരൊക്കെ തിരുവനന്തപുരത്തുള്ള ആൾക്കാരാണ്. അതായത് നമ്മുടെ അരുണാണെങ്കിലും ഈ പറഞ്ഞ സോളും ഉണ്ടായിരുന്ന ശരത്ത് വഴി, പിന്നെ നമ്മുടെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്ന സോഹില്, പിന്നെ ഇതിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്ന ആര്യനുണ്ട്. ആര്യനൊരു നമ്മൾ ആ ഒരു സ്റ്റേജിലെ മദ്രസ കഴിഞ്ഞ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഉള്ള അതിനകത്ത് കൂടുതലും അച്ചടി ഭാഷ പോലെയാണ് അയാൾ സംസാരിക്കുന്നത്. അതിനകത്ത് ഒറ്റ സാധനം എന്തായെന്തോ ആ മൊമെന്റിൽ അവന്റെ ഒരു സജഷനായിരുന്നു. അപ്പൊ ഇതുപോലെ എല്ലാവരും കൂടിയിട്ടൊരു ഗ്രൂപ്പായിട്ട് തന്ന ഭയങ്കര ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്തതാണ്. ഇപ്പൊ സിനിമയുടെ സക്സസ് ആയ വലിയ സന്തോഷം. അതിനേക്കാളും സന്തോഷം എന്ന് വെച്ചാൽ ഓരോ ദിവസവും മെമ്മറബിളായിരുന്നു. കുറെ നല്ല ഓർമ്മകളും കുറെ തമാശകളും പുതിയ സൗഹൃദങ്ങളും പഴയ സൗഹൃദങ്ങളും ഒന്നുകൂടെ സ്ട്രോങ്ങറായി. അങ്ങനെ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, വർക്കിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു സിനിമ. പിന്നെ ഇവിടെ ഇപ്പൊ മിസ് ചെയ്യുന്നത് ബേസിലും വിനീതേട്ടനായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ബേസിൽ ഈ വിജയം ആഘോഷിക്കാനായിട്ട് അവൻ സോളോ ട്രിപ്പ് പോയേക്കാണ്. അങ്ങനെ അപ്പോ അവൻ ആഘോഷിക്കുന്നത് വിനീതേട്ടയുടെ ചെന്നൈ. ഓക്കെ, വിനീതേട്ടൻ ചെന്നൈയിലാണ്. അതുപോലെ സമീർക്ക്
ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു അവിടെ. ഞങ്ങൾ ഈ സിനിമ റിലീസിന്റെ തലേന്നൊക്കെ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഈ പറഞ്ഞ ഭയങ്കരമായിട്ട് പിന്നെ ഇതിനകത്തുള്ള റിയെ ഞാനത് പലയിടത്തും പറഞ്ഞു. എനിക്ക് ചെറുപ്പം അറിയണതാണ്, എന്റെ ചെറുപ്പത്തിൽ അറിയണതാണ്. അപ്പോ അതുപോലെ ഷെറിൻ ഇതിനകത്ത് ഷിഹാബ്. അപ്പൊ ജെറിന്റെ ക്യാരക്ടർ എന്ന് വെച്ചാൽ ഞങ്ങള് ആ സമയത്താണ് പരിചയപ്പെടുന്നത്. പക്ഷെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് വർക്ക് ചെയ്യാനെ പറ്റി. ആ ക്യാരക്ടർ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന എനിക്കൊന്ന് ജെറിന്റെ വീട് എവിടെയാണ് ശരിക്കും? കൊല്ലമാണ്. പക്ഷെ ആ സ്ലാങ് ഒക്കെ അത് ഒട്ടും നേച്ചേർഡില്ലാതെ ആ സ്ലാങ് ഭയങ്കര വൃത്തിയായിട്ട് നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ നമുക്കത് ഭയങ്കര എന്താ പറയാ, കാണാനും ഭയങ്കര അടിപൊളിയാണ്, നമുക്കും ചെയ്യാനായിട്ട് ഭയങ്കര അടിപൊളിയാണ് അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകൾ കോമ്പോസിറ്റ് ഉണ്ടാകുന്ന സമയത്ത്. പിന്നെ ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും, ഇപ്പോൾ വിഷ്ണു ആണെങ്കിലും ഞാൻ, ഇപ്പോൾ ഗപ്പി, തല്ലുവാല, അത് കഴിഞ്ഞിട്ട് ഇതിൽ ഒക്കെ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് അതിഭീകര, അതായത് സുഹൃത്താണെങ്കിൽ പോലും എനിക്ക് ഭയങ്കര ആരാധനയുള്ള പോലത്തെ ഒരു മ്യൂസിഷ്യനാണ് വിഷ്ണു. വിഷ്ണുവിനെ ഈ സാധനവും അമ്മപ്പുറപ്പും ഒക്കെ വൻ പൊളിയായിട്ട് വിഷ്ണു ചെയ്തിട്ടുണ്ട്. പിന്നെ ചമൻ ചാക്കോ. ചമൻ ഈ പറഞ്ഞ പോലെ അവൻ ഫോറൻസിക്കില് സ്പോട്ട് എഡിറ്ററായിരുന്നു. അത് കഴിഞ്ഞിട്ട് കളയിൽ വന്നപ്പോഴാണ് കളയുടെ അവൻ എഡിറ്ററായിട്ട് വരുന്നത്. അവിടെ മുതൽ ചമൻ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ട്രാക്ക് ഭയങ്കര കലക്കൻ ട്രാക്കാണ്. ഇനിയും കുറേ സക്സസ്ഫുൾ ഉണ്ടാവുന്നതാണ്. പിന്നെ സാമുവൽ സിനിമ കണ്ടിട്ടപ്പോൾ എല്ലാവരും അതേപോലെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റാണ്. അടിപൊളിയായിട്ട് സാമുവലും ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഒരുപോലെ വൃത്തിയായിട്ട്, ഇതിനൊക്കെ ആധാരം എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും കൂടെ എഴുതിയിട്ടുള്ള അതാണ് തീർച്ചയായിട്ടും. അതും എല്ലാം കൂടെ ഒരുമിച്ച് നന്നായിട്ട് വരുമ്പോഴാണ്. ഒരു ഷാനിക്കായിട്ട് ഞങ്ങൾ കുറെ നാളായിട്ട് പരിചയം ഉണ്ടെങ്കിൽ പോലും കുറച്ച് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തിട്ടുള്ളത് ഈ സിനിമയുടെ സമയത്താണ്. ഈ സിനിമയുടെ ഷൂട്ടിന്റെ സമയത്തും പിന്നെ പ്രമോഷന്റെ സമയത്തൊക്കെയാണ്. അപ്പോൾ ഷാനിക്ക് ഇനിയും നമുക്ക് കണ്ടുകൂട്ടാം ആക്ടർ ലൈഫിൽ. അങ്ങനെ എല്ലാം കൊണ്ടും ഭയങ്കര സംതൃപ്തി നൽകിയിട്ടുള്ള ഒരു സിനിമയാണ്. ഈ സിനിമയെ ഇഷ്ടപ്പെട്ട ഇത് സ്വീകരിച്ച എല്ലാവർക്കും പ്രത്യേക നന്ദി. ഇനിയും നല്ല സിനിമകളുമായിട്ട് വരാൻ ഞങ്ങൾക്ക് പറ്റട്ടെ എന്ന് ഞങ്ങളോട് തന്നെ ആശംസിക്കുന്നു.